യാത്രയിൽ നല്ല ഭക്ഷണം കഴിക്കാനാണ് നമുക്കിഷ്ടം. കേരളത്തിലെ 21 റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ഇനി ധൈര്യത്തിൽ ഭക്ഷണം കഴിക്കാം. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനു കാരണം ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ്? അറിയാം വിശദമായി. സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണം വിളമ്പുന്നതിൽ കേരളം വലിയ അംഗീകാരം നേടിയിട്ടുണ്ട്. സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിന് കർശനമായ പ്രോട്ടോകോൾ പാലിച്ചതിന് ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെന്റ് കേരളത്തിലെ 21 റെയിൽവേ സ്റ്റേഷനുകളെ അംഗീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആകെ 114 റെയിൽവേ സ്റ്റേഷനുകൾക്ക് അംഗീകാരം ലഭിച്ചു. ഏറ്റവും കൂടുതൽ സ്റ്റേഷനുകൾക്കുള്ള സർട്ടിഫിക്കേഷൻ നേടുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി. ഭക്ഷ്യസുരക്ഷയും ശുചിത്വ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുന്നതെന്ന് പരിശോധിച്ചതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നും FSSAI അറിയിച്ചു. ഈ സ്കീമിന് കീഴിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സ്റ്റേഷൻ സമുച്ചയത്തിലെ എല്ലാ ഭക്ഷ്യ സംരംഭകരും FSSAI രജിസ്ട്രേഷൻ ലൈസൻസ് നേടേണ്ടതുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ FSSAIയുടെ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, റീറ്റെയിൽ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഫുഡ് പ്ലാസകൾ, ഫുഡ് കോർട്ടറുകൾ, റെസ്റ്റോറന്റുകൾ, പെറ്റി ഫുഡ് വെണ്ടർമാർ, സ്റ്റാളുകൾ, കിയോസുകൾ, വെയർഹൌസുകൾ, ബേസ് കിച്ചണുകൾ എന്നിവയുൾപ്പെടെ റെയിൽവേ സ്റ്റേഷനുകൾക്കുള്ളിൽ വിവിധ സൗകര്യങ്ങൾ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. FSSAI ഈ സ്ഥാപനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഭക്ഷ്യസുരക്ഷയും ശുചിത്വ മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്ന് ഉറപ്പാക്കുന്നു. കേരള സർക്കാർ പുറത്തിറക്കിയ ഒരു ഔദ്യോഗിക പ്രസ്താവന പ്രകാരം സംസ്ഥാനത്തിന്റെ 21 റെയിൽവേ സ്റ്റേഷനുകൾക്ക് അഭിമാനകരമായ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ പദവി ലഭിച്ചു. പരപ്പനങ്ങാടി, ചാലക്കുടി, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് ജംഗ്ഷൻ, ചെങ്ങന്നൂർ, ഷൊർണൂർ ജംഗ്ഷൻ, തിരൂർ, വടകര, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, വർക്കല, കരുനാഗപ്പള്ളി, അങ്കമാലി, ആലുവ, തിരുവല്ല, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നീ സ്റ്റേഷനുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. കേരളത്തിലെ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ഇനി ധൈര്യത്തിൽ ഭക്ഷണം കഴിക്കാം.